നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഭാഗ്യത്തിന്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാർ. ഇവരുടെ സമയം തെളിഞ്ഞു കത്തുന്നു. ഇവർക്ക് ജീവിതത്തിൽ ഇനി പ്രതീക്ഷകൾ പൂവിടുന്ന സമയമാണ്. പല വിധത്തിൽ പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് ദുഃഖ ദുരിതങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രക്കാർ അവരുടെ ഏറ്റവും നല്ല സമയത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. അതിലൂടെ ജീവിതത്തിലെ എല്ലാവിധ പ്രതീക്ഷകളും വാനോളം ഉയരുന്നു. ഇവർക്ക് ഇനി നേട്ടത്തിന്റെ നാളുകളാണ് വരാൻ പോകുന്നത്. ജീവിതത്തിൽ തകർന്നു പോയി എന്ന് കരുതുന്ന, തോൽവികൾ ഒരുപാട് സംഭവിച്ചു പോയി എന്ന് കരുതുന്ന ആളുകൾക്ക് ഇതിൽ നിന്നൊക്കെ വലിയ ഒരു ഉയർത്തെഴുന്നേൽപ്പാണ്, ഉയർന്നു നിൽക്കാനുള്ള ഒരു സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഇവർ എവിടെയെല്ലാം തോറ്റിട്ടുണ്ടോ, പരാജയപ്പെട്ടിട്ടുണ്ടോ, തിരിച്ചടികൾ നേരിട്ടിട്ടുണ്ടോ, ഇനി അതിൽ നിന്നൊക്കെ നേട്ടങ്ങൾ വന്നു ചേരുന്ന, ജീവിതത്തിൽ ഇനി ഉയർ നിലയിലേക്ക് മാറാൻ പോകുന്ന ഒരു സമയമാണ്. ഇവരുടെ ജീവിതം അടിമുടി മാറുന്നു. ജീവിതത്തിൽ ഒട്ടേറെ വിജയങ്ങൾ കൈമുതലായി വരാൻ പോകുന്നു. സാമ്പത്തിക നിലയിലൊക്കെ വലിയ വലിയ ഉന്നതികൾ ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതുന്ന സുവർണാവസരങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി ഇവരുടെ കൂടെ വന്നു ചേരുന്ന ഒരു സമയം. ജീവിതത്തിൽ നേട്ടങ്ങൾ വന്നു ചേരുന്നു. ഇവർക്ക് അനുകൂലമായ ഒരു ഗ്രഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മേന്മകൾ വന്നു ചേരും. ഇവർ നിൽക്കുന്ന ഇടം, ഇവർ വസിക്കുന്ന വീട്, ഇവർ ജോലി ചെയ്യുന്ന സാഹചര്യം, ഇതിലൊക്കെ വലിയ ഉന്നതികൾ വന്നു ചേരും. ഇവർ എവിടെയുണ്ടോ അവിടെയൊക്കെ നേട്ടമാണ്, ഉയർച്ചയാണ് വരാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അതിനു മുൻപേയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. മഹാ നേട്ടങ്ങൾ തന്നെ വന്നു ചേരുന്ന സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു. അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. ഇവർക്ക് പരാജയങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മനസ്സിന് മുറിവേൽക്കുന്ന ഒട്ടേറെ കൈപ്പേറിയ അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ ജീവിതത്തിൽ ഇനി ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമാണ്. ഇവർ കുതിച്ചുയരുക തന്നെ ചെയ്യും. ഇവർക്ക് സാമ്പത്തിക അച്ചടക്കത്തിലൂടെ വലിയ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. അതായത് ഒരുപാട് പൈസ ഇവരുടെ കയ്യിൽ നിന്ന്, ഒരുപാട് ധനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് ചിലവുകൾ വന്നിട്ടുണ്ട്. ഈ ചിലവുകളിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ സമ്പാദ്യത്തിന്റെ വഴിയിലേക്ക് തിരിയുന്ന ഒരു സമയമാണ്. അതായത് ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച വിജയം കാഴ്ചവെക്കാൻ സാധിക്കും. തൊഴിൽപരമായിട്ട് ഇവർക്ക് വലിയ വലിയ അവസരങ്ങൾ വരുന്നു. നല്ലൊരു ജോലി ലഭിക്കാനുള്ള അവസരങ്ങൾ, ഒന്നിനു പുറകെ ഒന്നായി ജോലിയിൽ നിന്ന് മാറാനുള്ള അവസരം, അത് സാമ്പത്തിക ഉന്നതിയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന അവസരമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികൾ തന്നെ വന്നു ചേരും. ഇവർക്ക് സമ്പാദ്യശീലം വർദ്ധിക്കും. കുടുംബ ഐശ്വര്യം വർദ്ധിക്കുന്നു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെ മാറി നല്ല രീതിയിലുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. വെള്ളിയാഴ്ച ദിവസത്തിൽ ദർശനം നടത്തി അവിടെ ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുക. അതോടൊപ്പം തന്നെ ഗണപതി ഹോമവും വഴിപാടായി കഴിപ്പിക്കുക. മോദകം വഴിപാട് ഭഗവാന് സമർപ്പിക്കുക. ജീവിതത്തിൽ ഒട്ടനവധി അവസരങ്ങൾ ഇവരെ തേടിയെത്തും. ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തിലൂടെ ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ അവസരങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. പ്രതിസന്ധികളെ പതറാതെ നേരിട്ടുകൊണ്ട് മുന്നേറുന്ന ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ഇവർക്ക് തിരിച്ചടികൾ ഏറ്റാലും ഇവർ ചിരിച്ചുകൊണ്ട് സദാ മുന്നോട്ട് പോകാനുള്ള മനക്കരുത്ത് ഇവർക്കുണ്ടാകും. ഇവർക്ക് വിദ്യാഭ്യാസപരമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഈ അവസരത്തിൽ ഉണ്ടാകുന്ന മുറയ്ക്ക് അതിനുള്ള പരിഹാരമാർഗങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള മുന്നേറ്റങ്ങൾ, അതിനുവേണ്ടിയിട്ടുള്ള പ്രശ്നപരിഹാരത്തിന് വേണ്ടി ശ്രീകൃഷ്ണസ്വാമിക്ക് പാൽപായസ വഴിപാട് കഴിക്കുന്ന പക്ഷം ഇവർക്ക് ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യാൻ സാധിക്കുകയും ഇവർക്ക് സാമ്പത്തിക നിലയിൽ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കും. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ, ഉന്നതികളൊക്കെ വന്നു ചേരുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും.
മഹാഭാഗ്യത്തിന്റെ ആനുകൂല്യങ്ങൾ ഇവർക്ക് വന്നിച്ചേരും. നേട്ടങ്ങൾ ഒരുപിടി ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും അതിലൊക്കെ മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. മുന്നേറ്റങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത്. സാമ്പത്തിക നിലയിലൊക്കെ വലിയ വലിയ ഉയർച്ചകൾ കാണാൻ സാധിക്കുകയും മികച്ച മുന്നേറ്റങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യുന്ന അത്ഭുത ഫലങ്ങൾ തന്നെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു സമയമാണ്. ഞെട്ടിക്കുന്ന ഒട്ടേറെ അനുഭവങ്ങൾ, ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും. നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങളൊക്കെ, ഏതൊരു വിലപിടിപ്പുള്ള വസ്തുക്കളാണോ ഇവർക്ക് നഷ്ടപ്പെട്ടത്, അതൊക്കെ തിരികെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനുള്ള അവസരങ്ങൾ ഇവർക്ക് ലഭിക്കുന്നു. രാജകീയ പദവിയോടുകൂടി മുന്നേറാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർക്ക് സാമ്പത്തിക നിലയിൽ വലിയ കുതിച്ചുചാട്ടം തന്നെ വന്നു ചേരാനുള്ള അവസരങ്ങൾ തെളിയുന്നു. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് മാനസിക വ്യതകൾ ഒരുപാടുണ്ട്. മനസ്സിന് സമാധാനം കിട്ടാത്ത പല സംഭവങ്ങളും അവരുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ സന്തോഷത്തിന്റെ വാർത്തകൾ, ഒട്ടനവധി മംഗളകരമായിട്ടുള്ള അവസരങ്ങൾ, അത്തരം വാർത്തകൾ കേൾക്കാനുള്ള നിരവധി അവസരങ്ങളാണ് ഇവർക്ക് വന്നു ചേരുന്നത്. അത് കുടുംബത്തിൽ നിന്നാണെങ്കിലും ജോലി സംബന്ധമായിട്ടാണെങ്കിലും സുഹൃത്തുക്കൾ വഴിയാണെങ്കിലും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ പുതുമകൾ, നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത്. മഹാഭാഗ്യത്തിന്റെ, ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ ഒട്ടേറെ നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന, അതിലൂടെ മികച്ച അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. സൗഹൃദങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകും. എന്നിരുന്നാലും ചില സ്വാരസ്യങ്ങൾ, ചില വാക്കുതർക്കങ്ങളിൽ പെടാതിരിക്കുക. മികച്ച അവസരങ്ങൾ തന്നെയാണ് ഇവരെ തേടിയെത്താൻ പോകുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്ക് മികച്ച അവസരങ്ങൾ തേടിയെത്തുന്നു. ഇവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോകാനുള്ള അവസരങ്ങൾ, അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി ബന്ധപ്പെട്ടോ ബിസിനസ് പരമായി ബന്ധപ്പെട്ടോ അവിടെ സ്ഥിരതാമസത്തിനുള്ള വകയായിട്ടോ അവിടെ മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കാനുള്ള, ഒട്ടനവധി ഫലസിദ്ധിദായകമായ നേട്ടങ്ങൾ ലഭിക്കാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ്. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ ഇവർക്ക് കാഴ്ചവെക്കാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് അവിൽ നിവേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വഴിപാടായി നേരുന്ന മുറയ്ക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ ദോഷ ദുരിതങ്ങൾ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. മികച്ച നേട്ടങ്ങൾ തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത്. അടുത്ത നക്ഷത്രം പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാർക്കും ഒട്ടേറെ മഹത്തായ നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ആരോഗ്യത്തിന് ആവശ്യകതകളൊക്കെ വന്നു ചേർന്നിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവരുടെ ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തെളിയുന്നു. അതിലൂടെ ഐശ്വര്യവും സമൃദ്ധിയും സമ്പത്തും ഒക്കെ നേടാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യമാണ് വന്നിരിക്കുന്നത്. മികച്ച നേട്ടങ്ങൾ, മികച്ച ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാരെ തുണയ്ക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക. ഇവർക്ക് ഒരുപാട് ശത്രുദോഷമൊക്കെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് വഴുതി പോകുന്ന അവസരങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. ഇവർക്ക് ആകെപ്പാടെ അങ്കലാപ്പ്, അവരുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകാനുള്ള അവസരങ്ങൾ കുറയുന്ന ഒരു സാഹചര്യങ്ങൾ, ഇത്തരം അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വിഭിന്നമായി ഇവർക്ക് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് തെളിഞ്ഞിരിക്കുന്നത്. അതിലൂടെ മികച്ച അവസരങ്ങൾ, നേട്ടങ്ങൾ ഒക്കെ ഇവർക്ക് ലഭിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് മികച്ച നേട്ടങ്ങളുടെ ഒരു കലവറ തന്നെ തുറക്കപ്പെടുന്നു. ഇവർക്ക് ജോലിയിലാണ് മികച്ച അവസരം വന്നു ചേരുന്നത്. പ്രൊമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫർ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, യാത്രകൾ ഒരുപാട് ചെയ്യേണ്ട ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നു. മനസ്സമാധാനം വന്നു ചേരും. കുടുംബ ഐശ്വര്യമൊക്കെ ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ സഹായസഹനങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാനുള്ള സാഹചര്യങ്ങളും തെളിഞ്ഞു നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങളും ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാർക്ക് കഴിയുന്ന ഒരു സമയം കൂടിയാണ്. മികച്ച നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്തുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു. സാമ്പത്തിക ഉയർച്ച ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും ഒക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ്. അത്തം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്തുകൊണ്ട് മികച്ച അവസരങ്ങൾ തേടിയെത്തുന്ന ഒരു സമയം കൂടിയാണ്.
മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന അസുലഭമായ ഭാഗ്യത്തിന്റെ നിറകുടമായി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം ഒന്നിച്ചിരിക്കുകയും ചെയ്യുന്ന മികച്ച അവസരങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നിലയിലുള്ള മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കും. ജോലിയിൽ സ്ഥിരത കൈവരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ തന്നെ വന്നുചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. അവസരങ്ങൾ ഒരുപാട് ഇവരെ തേടിയെത്തുന്ന ഒരു സമയമാണ് ലഭിക്കുന്നത്. അടുത്ത നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ നടക്കാതെ പോയ കാര്യങ്ങൾ, ഒരാഗ്രഹം, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. ഏതൊരു കാര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിലും ആ പ്രവർത്തനങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും മികച്ച അവസരങ്ങൾ വന്നുചേരുകയും ചെയ്യുന്ന, നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ലാഭം വർദ്ധിക്കുന്നതിനും ബിസിനസ് പരമായി മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. മികച്ച രീതിയിൽ കുതിച്ചുയരാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തുന്ന ഒരു സമയം. മികച്ച അവസരങ്ങളും ഉയർന്ന പദവികളും ഒക്കെ ഇവരെ തേടിയെത്തുന്നു. മികച്ച നേട്ടത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചുയരുന്നു. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ആരോഗ്യ പരിരക്ഷ വേണ്ടുന്ന ഒരു സമയമാണ്. നല്ലൊരു വിവാഹബന്ധം ലഭിക്കാനുള്ള അവസരങ്ങളും ദാമ്പത്യ സൗഖ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് തുറന്നു കിട്ടുന്നു. കോടീശ്വര യോഗവും ലോട്ടറി ഭാഗ്യവുമൊക്കെ ഇവർക്ക് ഒരുമിച്ച് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, ഒരു ലോട്ടറിയെങ്കിലും എടുക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകുകയും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള, ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും ഒരു സമ്മാനം, ഒരു പുതിയൊരു വസ്തു, ഇതൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും തെളിഞ്ഞു കിട്ടുന്ന ഒരു സമയമാണ്. ജീവിതത്തിൽ അസുലഭമായ ഭാഗ്യത്തിന്റെ സാഹചര്യങ്ങൾ ഇവർക്ക് തുറന്നു കിട്ടുന്ന സമയം. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പ്രമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.